ഇനി ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാണ്, യുക്തിവാദികളെ പിന്നാലെ വല്ലാതെ പോകണ്ട. അവർക്ക് മറുപടി പറഞ്ഞിട്ടും, കാരണം യുക്തിവാദിയുടെ നേതാവ് ഒരു സദസ്സ് വിളിച്ചാൽ ആരും പോകൂല, ഒരു മതക്കാരും പോകൂല. അപ്പൊ അവർക്ക് ഓഡിയൻസിനെ കിട്ടണം, ആളെ കിട്ടണമെങ്കിൽ അവരൊരു തന്ത്രം ഉപയോഗിക്കും. ആ തന്ത്രം എന്താ? നമ്മളെ മോലിയറങ്ങോട്ട് വിളിക്കും, നിങ്ങൾ ചർച്ചക്കുണ്ടോ? അപ്പൊ നമ്മുടെ മോലിയറെ പിന്നാലെ അണികൾ അങ്ങോട്ട് പോകും. അപ്പൊ ഓന്റെ ആശയം അവിടെ ചെലവാക്കാൻ ഓനക്ക് നല്ല ചാൻസ് കിട്ടി. ശ്രദ്ധിക്കണം നമ്മളിത്. ഇവിടെ നമ്മളെ മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ യുക്തി നോക്കാൻ കഴിയോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവർ എന്നാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്. ഖബറിലെ ചോദ്യം, എന്ത് ശാസ്ത്രം നമ്മളവിടെ പറയാ? സിറാത്ത് പാലം, എന്ത് ശാസ്ത്രം കൊണ്ട് നമ്മളത് തീരുമാനിക്കും? മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആമുഖത്തിൽ പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബീന, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവർ. മാ ഗാബ അനിൽ ഹവാസ്, നിങ്ങൾ ഒരു ബുദ്ധിക്കും ഒരു കാഴ്ചക്കും കിട്ടാത്തീനാണ് ഗൈബ് എന്ന് പറയാ. അപ്പൊ അത് അവരെ മുമ്പിൽ എങ്ങനെ പോയി സമർത്ഥിക്കാനാ? അപ്പൊ അവിടെ ചെന്നിട്ട് ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടാൽ കൗമ് വിചാരിക്കും, കാര്യം എന്തായാലും ഇവര് പറഞ്ഞതിൽ ശരിയുണ്ടല്ലോ. അള്ളാഹു കാക്കട്ടെ, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അവർക്ക് ശ്രദ്ധ ആകർഷിക്കാനോ അവർക്ക് വ്യൂവേഴ്സ് ഉണ്ടാക്കാനോ അവരുടെ ചാനലുകളെ ഹൈലൈറ്റ് ചെയ്യാനോ നമ്മൾ ഒരിക്കലും, ഖുർആൻ അതും സൂചിപ്പിക്കുന്നുണ്ട്, യുക്തിവാദികളെ പിന്നാലെ പോവരുത് എന്ന്. ഞാനൊരു ആയത്ത് പോയി തരാം. അള്ളാഹു പറയുന്നു, വദരില്ലദീന യുൽഹിദൂന ഫീ അസ്മാഇന, നമ്മുടെ പേരുകളിൽ തോന്നിയസം പറയുന്ന ആളുകളെ ഒഴിവാക്കണം നബിയെ, ഒഴിവാക്കണം. അതാ ഖുർആൻ പറയുന്നു, സൂറത്തുൽ അഅറാഫ് 180, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അല്ലാഹുവിന്റെ പേരുകളിൽ തോന്നിയാസം പറയുന്ന ആൾക്കാരെ ഒഴിവാക്കണം. തഫ്സീറുൽ ഖുർത്തുബി പറയുന്നു, ഉത്റുഖൂഹും, വിട്ടേക്കണം അവരെ, വലാ തുഹാജൂഹും, തർക്കിക്കാൻ പോകണ്ട. കണ്ടോ? അപ്പോ നമ്മൾ അവിടെയും ശ്രദ്ധിക്കണം. അവര് ആര് വിളിച്ചാൽ ഒരു യുക്തിവാദികളും അല്ല. യുക്തിവാദം എന്ന ലേബലിൽ ഇസ്ലാം വിരോധികളായിട്ടാണ് വരുന്നത്. ഒരു മറ്റു മതങ്ങളൊന്നും യുക്തിവാദം കൊണ്ട് ഒന്നും പറയണില്ലല്ലോ. ക്രിസ്ത്യാനിറ്റിയെ പറയുന്നില്ല, ഹിന്ദുയിസത്തിനെ പറയുന്നില്ല, മറ്റു മതങ്ങളെ ഒന്നും അവര് പറയുന്നില്ല. യുക്തിവാദം എന്ന ലേബലിൽ ഇസ്ലാം വിരോധികളായിട്ടാണ് അവർ വരുന്നത്. അവരെ മുമ്പ് ആരും പോകൂല. പോകണമെങ്കിൽ അവരെ നമ്മളാരെങ്കിലും പ്രധാനപ്പെട്ടവരെ വിളിച്ചു വരുത്തണം, എന്നിട്ട് നമ്മളുടെ ഓഡിയൻസിന് അവിടെ കിട്ടണം. അതിലൂടെ അവർ യുക്തിവാദവും മതമില്ലായ്മയും ഒക്കെ കാണിച്ചു കൊടുക്കും. റസൂൽ എന്താ പറഞ്ഞത്? ഇടത്തും വലത്തും കുറെ സെബീലുണ്ട്, വഅലാ കുല്ലി സെബീലിൻ ശൈത്താനുൻ, ഓരോ സെബീലിക്കും വിളിക്കാൻ ശൈത്താനുണ്ട്. ആ ശൈത്താനാണ് ഇവിടെ ഓഡിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. ഓൻക്ക് ഓഡിയൻസ് കിട്ടാൻ വേറെ വഴിയില്ല. ശ്രദ്ധിക്കണം നമ്മൾ. അവരെ പിന്നാലെ വല്ലാതെ പോകണ്ട. കുറെ നമ്മുടെ ആളുകളുടെ ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടേതായ ചാനലുകളിലും സദസ്സുകളിലും നന്നായിട്ട് തഖ്വയുണ്ടാക്കുന്ന, പരലോക ബോധമുണ്ടാക്കുന്ന വഅള് പറഞ്ഞു കൊടുക്കുക എന്നതല്ലാതെ അവരൊപ്പം കൂടുതൽ പോയാൽ അത് നമുക്ക് നഷ്ടമുണ്ടാക്കും. ദീൻ എന്ന് പറഞ്ഞാൽ അത് നഖലാണ്, അത് അഖലല്ല, അത് റഅയല്ല, അത് ഗൈബ് കൊണ്ടുള്ള വിശ്വാസമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. അള്ളാഹു നമ്മുടെ മക്കളെ, നമ്മെ എല്ലാവരെയും, നമ്മുടെ വളർന്നു വരുന്ന തലമുറയെയും ഒക്കെ അള്ളാഹു തആല ദീനിൽ ഉറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ.